ബുദ്ധൻ ജീവിതകാലത്ത് 84,000 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യയിൽ ബുദ്ധ പൂർണിമ കാലത്ത് അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ബീഹാറിലെ ബോധ്ഗയയിൽ എത്തുന്നു. പല വർണ്ണത്തിലുള്ള പതാകകളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്ന മഹാബോധി വൃക്ഷം ഒരു ഉത്സവ രൂപത്തിലാണ് ആ ദിവസം. ഈ ദിവസം ബുദ്ധമതക്കാർ പക്ഷികളെയും മൃഗങ്ങളെയും കൂടുകളിൽ നിന്ന് മോചിപ്പിക്കുകയും പാവപ്പെട്ടവർക്കും രോഗികൾക്കും വസ്ത്രങ്ങളും വിതരണം ചെയ്യുമായിരുന്നു. ശ്രീബുദ്ധനായി എങ്ങനെയാണ് മാറിയെന്നറിയാൻ ബുദ്ധൻ്റെ ബാല്യകാലത്തേക്കും യൗവനകാലത്തേക്കും നമുക്കൊന്ന് പോയി നോക്കാം. ശുദ്ധോധന മഹാരാജാവിൻ്റെയും മഹാമായയുടെയും മകനായി നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്ത് സിദ്ധാർത്ഥൻ എന്ന പേരിലാണ് ബുദ്ധൻ ജനിക്കുന്നത്. സിദ്ധാർത്ഥൻ ജനിക്കുന്നതിന് മുൻപേ ഒരു യോഗീശ്വരൻ കൊട്ടാരത്തിൽ വന്ന് ശുദ്ധോധന മഹാരാജാവിനോട്, നിങ്ങളുടെ ഈ മകൻ അടുത്ത രാജാവകാശിയാകാതെ ലോകത്തിൻ്റെ പ്രകാശമായി മാറുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഏഷ്യയുടെ വെളിച്ചമെന്നൊക്കെ ബുദ്ധനെ വിളിക്കുന്നത്. കൊട്ടാരത്തിനകത്ത് സിദ്ധാർത്ഥൻ എപ്പോഴും ശാന്തനും നിരാശനുമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എന്തു തന്നെ ആയാലും സിദ്ധാർത്ഥൻ്റെ വളരെ നിർബന്ധപൂർവമായ ആഗ്രഹത്തിന് വഴങ്ങി ശുദ്ധോധന മഹാരാജാവ് സിദ്ധാർത്ഥനെ പുറം ലോകം കാണാൻ വിടാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ മന്ത്രിയോട് മകന് ദുഃഖമുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കുകയും മാറ്റുകയും ചെയ്യണമെന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ സിദ്ധാർത്ഥൻ മന്ത്രിയോടൊപ്പം കൊട്ടാരത്തിന് വെളിയിലേക്ക് പുറപ്പെട്ടു. പുറം ലോകത്തെ സുന്ദരമായ കാഴ്ചകൾ സിദ്ധാർത്ഥന് എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും പകരുന്നതായിരുന്നു. എന്നാൽ എത്ര ദുഃഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ടും സിദ്ധാർത്ഥൻ്റെ കണ്ണിൽ പല ദുഃഖകരമായ കാഴ്ചകളും കാണാനിടയായി. രോഗികളും സമ്പത്തില്ലാത്തവരെയും പാടത്ത് ജോലി ചെയ്യുന്നവരെയും കാഴ്ചയില്ലാത്തവരെയും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദുഃഖകരമായ കാഴ്ചകൾ സിദ്ധാർത്ഥൻ കണ്ടു. തിരിച്ച് കൊട്ടാരത്തിലെത്തിയത് സിദ്ധാർത്ഥൻ അതീവ ദുഃഖിതനായിരിക്കുന്നത് ശുദ്ധോധന മഹാരാജാവ് കണ്ടു. കുറച്ചുനാൾ കഴിഞ്ഞതും സിദ്ധാർത്ഥൻ കൊട്ടാരം വിടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ലോകത്തിലെ മനുഷ്യരുടെ ദുഃഖത്തിന് കാരണം കാണുക എന്നായിരുന്നു സിദ്ധാർത്ഥൻ്റെ മനസ്സിലെ ലക്ഷ്യം. അതിന് സിദ്ധാർത്ഥന് സമയമായി എന്ന് അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. മനസ്സ് വേദനിച്ചിരിക്കുന്ന അച്ഛനോട് യാത്ര പറയാൻ നിൽക്കാതെ രാത്രിയിൽ ഭാര്യയായ യശോദയോടും മകൻ രാഹുലിനോടും യാത്ര പറഞ്ഞ് കൊട്ടാരപ്പടികൾ ഒന്നൊന്നായി ചവിട്ടി അദ്ദേഹം പടിയിറങ്ങി. ദുഃഖിതയായി നിന്ന ഭാര്യ യശോദയോട് ഞാൻ കൂടെ കൂടെ വീട്ടിൽ വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സിദ്ധാർത്ഥൻ മനുഷ്യരുടെ ദുഃഖത്തിൻ്റെ കാരണത്തിനായും പരിഹാരത്തിനായും രാത്രിയിൽ നടന്നു നീങ്ങുമ്പോൾ എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും അവരവരുടെ വീടുകളിൽ സുഖനിദ്രയിലാണ്. നേപ്പാളിൽ നിന്ന് 12 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ ഇന്ത്യയിലെത്താം. സിദ്ധാർത്ഥ ഗൗതമ നടന്ന് ഒടുവിൽ ആദ്യമായി വിശ്രമിക്കാനിരുന്നത് ബീഹാറിലെ രാജഗൃഹ എന്ന ഗ്രാമത്തിലെ മരക്കൂട്ടങ്ങളുടെ ചുവട്ടിലായിരുന്നു. പിന്നെയും സിദ്ധാർത്ഥൻ യാത്ര ആരംഭിച്ചു. ഗ്രാമത്തിലെയും പട്ടണങ്ങളിലെയും വീടുകളിൽ നിന്ന് സിദ്ധാർത്ഥൻ ഭിക്ഷയച്ചാണ് ജീവിച്ചിരുന്നത്. വർഷങ്ങളെടുത്ത സിദ്ധാർത്ഥൻ്റെ ഈ യാത്രയിൽ മനുഷ്യരാശിയുടെ ദുഃഖത്തിൻ്റെ കാരണത്തിനായി മനസ്സ് വേദനിച്ച സിദ്ധാർത്ഥൻ ബീഹാറിലെ ഗയ എന്ന സ്ഥലത്ത് ഒരു ആൽമരച്ചൂട്ടിലിരുന്ന് ദീർഘനാളത്തെ ധ്യാനം ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. വെയിലും മഴയും കാറ്റൊന്നും അറിയാതെ അഗാധമായ ധ്യാനത്തിലായിരുന്ന സിദ്ധാർത്ഥൻ
പ്രപഞ്ചത്തിൽ നിന്നും ബുദ്ധ എന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത് എന്നാണ് ചരിത്രങ്ങളും കഥകളും പറയുന്നത്. എന്തു തന്നെ ആയാലും സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനായി മാറി കണ്ണു തുറന്നത് ലോക ജനതയ്ക്ക് പുതിയൊരു പ്രകാശം പകർന്നുകൊണ്ടായിരുന്നു. ബുദ്ധൻ ധ്യാനം ചെയ്ത് ബോധോദയം കിട്ടിയ ബീഹാറിലെ ഗയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് സിദ്ധാർത്ഥൻ ലോകത്തിന് ബുദ്ധനായി മാറുന്നത്. അന്ന് മുതലാണ് ഈ പുണ്യസ്ഥലത്തിന് ബോധ്ഗയ എന്ന പേര് ഉണ്ടാവുന്നത്. ഇവിടെ വെച്ച് ധ്യാനമാർഗത്തിലൂടെ ബുദ്ധൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ബുദ്ധനെ എന്നും കാണുമായിരുന്നു. ബുദ്ധൻ്റെ ധ്യാനമാർഗമെല്ലാം കഴിഞ്ഞു ബോധോദയം കിട്ടിയതിന് ശേഷം എല്ലും തോലുമായിരുന്ന ബുദ്ധന് കുടിക്കാൻ ജലം കൊടുത്തത് ഈ സ്ത്രീയായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ എല്ലാ ദുഃഖത്തിനുമുള്ള പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതിൽ ബുദ്ധൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ബുദ്ധൻ എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. ബീഹാർ എന്ന പേര് പോലും ബുദ്ധൻ്റെ നാമധേയത്തിലുള്ള പേരാണ്. ബീഹാർ എന്നാൽ വിഹാരം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ബുദ്ധന് കിട്ടിയ ഈ ജ്ഞാനം ലോകത്തിന് നൽകാനായി കുറച്ച് ശിഷ്യന്മാരെ ബുദ്ധൻ തിരഞ്ഞെടുത്തു. ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ആനന്ദൻ. ബുദ്ധൻ ശിഷ്യന്മാരോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങൾ പറഞ്ഞ് യാത്രകൾ ചെയ്തു തുടങ്ങി. ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലാണ്. ഇവിടെ വെച്ചാണ് ബുദ്ധൻ ശാസനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ബുദ്ധൻ ശാസനങ്ങൾ പലയിടത്തും നടത്തിയതുകൊണ്ടാണ് ബുദ്ധനെ ശാസ്താവെന്നൊക്കെ പേരിൽ വിളിക്കുന്നത്. സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയതിന് ശേഷവും അദ്ദേഹം ഭാര്യയെയും മകൻ രാഹുലിനെയും കാണാൻ കൊട്ടാരത്തിൽ പോകുമായിരുന്നു. ബുദ്ധൻ രാജ്യത്തുടനീളം തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തി. ബുദ്ധന് കിട്ടിയ ജ്ഞാനോദയത്തിൽ നിന്നും അദ്ദേഹം നമ്മോട് പറയുന്നത് മനുഷ്യരുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അമിതമായ ആശകളാണെന്നാണ്. ഇങ്ങനെയാണ് ബുദ്ധൻ പറയുന്നത്: ദുഃഖ കാരണം, ദുഃഖ നിവാരണം, അഷ്ടാംഗമാർഗം. എല്ലാത്തിനും പരിഹാരമായി 8 മാർഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് അഷ്ടാംഗമാർഗം.